ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇടുന്ന ഈ വീഡിയോ ഞാൻ വെള്ളിയാഴ്ച എടുത്തതാണ് കേട്ടോ. വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്തതിൻ്റെ വീഡിയോ ആണ്. അന്ന് വെള്ളിയാഴ്ച എടുക്കുന്ന വീഡിയോ ഞാൻ സാധാരണ ശനിയാഴ്ചയാണ് ഇടുന്നത്. അപ്പോൾ ശനിയാഴ്ച വീഡിയോ ഇട്ടില്ല, അത് കാരണമാണ് ഇന്ന് ഞായറാഴ്ച ഇടുകയാണ്. സിമ്പിളായിട്ടാണ് പൂജ ചെയ്തത്. നിവേദ്യമായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പായസവും വെച്ചിട്ടുണ്ട്. പിന്നെ ജപമാലയിൽ ലക്ഷ്മി മന്ത്രം ചൊല്ലിയാണ് പൂജ ചെയ്തത്. ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പച്ചക്കർപ്പൂരമാണ്. പിന്നെ വെറ്റിലയും അടയ്ക്കയും വെച്ചിട്ടുണ്ട്. പൂക്കളില്ലായിരുന്നു, പൂക്കൾ വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് നമ്മുടെ ശനിയാഴ്ച ചെയ്ത ദീപ വഴിപാട്, നമ്മുടെ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റേതാണ് കേട്ടോ. ശനിയാഴ്ച രാവിലെ വരെ വിളക്ക് കൊളുത്തി. ഇന്നുതൊട്ട് എനിക്ക് വിളക്ക് കൊളുത്താൻ പറ്റില്ല. അപ്പം ഒരാഴ്ചത്തേക്ക് നമുക്ക് വിളക്ക് കൊളുത്താൻ പറ്റില്ല. അടുത്ത ശനിയാഴ്ച തൊട്ടേ എനിക്കിനി ഈ ദീപങ്ങൾ കൊളുത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിലും പ്രാർത്ഥനയൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല. മന്ത്രങ്ങളൊന്നും ചൊല്ലാറില്ലെങ്കിലും എപ്പോഴും ദേവന്മാരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഞാനങ്ങനെ ശീലിച്ചു പോയി, എന്താണെന്നറിയില്ല. ജോലി ചെയ്യുമ്പോഴായാലും എപ്പോഴും നമ്മൾ പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് മനസ്സ് അസൂയയും കുശുമ്പൊന്നും ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ എനിക്കങ്ങനെ പറ്റാറില്ല. ഞാൻ കൂടുതലും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. അഥവാ അങ്ങനെ എന്തെങ്കിലും ചിന്ത വന്നാൽ പെട്ടെന്ന് തന്നെ ഞാൻ അത് മാറ്റി പ്രാർത്ഥനയിലേക്ക് തിരിയാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. നമ്മുടെ പച്ചപ്പട്ടാണി കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ അത് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാണിച്ചതല്ലേ. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു കറി വയ്ക്കുകയാണ്. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെളിച്ചെണ്ണയിൽ വഴറ്റി വയ്ക്കാമെങ്കിൽ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. സാധാ എണ്ണയിലും ചെയ്യാറുണ്ട്. അപ്പോൾ അത് വഴറ്റി ഉള്ളിയും കിഴങ്ങും പച്ചമുളകും വഴറ്റി ഒന്ന് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ പട്ടാണി ഇട്ട് കൊടുത്താൽ മതി. പട്ടാണിയെന്നും പറയാറുണ്ട്, വട്ടാണിയെന്നും പറയാറുണ്ട്. പലരും പല രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ വട്ടാണ് പറയും, ചിലപ്പം പട്ടാണ് പറയും. അങ്ങനെ മാറി തിരിഞ്ഞും പറയാറുണ്ട്. അപ്പം ഇതൊരുവിധം വാടിക്കഴിഞ്ഞ് അപ്പം നമുക്ക് പട്ടാണി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വഴണ്ട് കഴിയുമ്പം തക്കാളിയും പിന്നെ പച്ചമുളകും ചേർത്ത് വഴറ്റി പിന്നെ ആവശ്യത്തിന് മസാല ചേർക്കുക. നമ്മുടെ സാധനം അനുസരിച്ച്, ഐറ്റംസ് എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിവിടെ പനീർ മസാല വാങ്ങിക്കാറുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. പനീർ വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ മസാല കൂടി ഞാൻ കുറച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പനീർ മട്ടർ മസാല എന്ന് പറയും. മട്ടർ എന്നാണ് ഈ പച്ച പട്ടാണയ്ക്ക് പറയുന്നത് ഇവിടെ. അപ്പോൾ അതിന് ചേർക്കുന്ന മസാല ഞാൻ കുറച്ച് ഇതിലും ചേർക്കാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതില്ലാതെയും നമുക്ക് വയ്ക്കാം. ഇത്രയും മസാല ചേർത്തിട്ട് കുറച്ച് ഗരം മസാല ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും. മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ചേർത്താലും മതി. അങ്ങനെയും വയ്ക്കാം. അപ്പം കുറച്ച് ഇത് ചേർക്കുമ്പോൾ വേറെ ഒരു കളറായിരിക്കും ഇതിന് വരുന്നത്. ഈ മസാല ചേർക്കുമ്പോൾ പനീർ വയ്ക്കുന്ന ആ കളർ ടെക്സ്ചർ വരും. ഈ പാക്കറ്റ് മസാലകളിലൊക്കെ അവർ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും ടേസ്റ്റിനായിട്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും വായിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് കിട്ടാറുണ്ട് ഈ മസാല ചേർക്കുമ്പോൾ. എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവർ ചേർക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഈ ലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസങ്ങൾ ബുധൻ വ്യാഴം വെള്ളി 3 ദിവസങ്ങൾ പൂജ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ മീൻ കൂട്ടാറില്ല. എന്നുവെച്ചാൽ രാവിലെ കൂട്ടാറില്ല, വൈകുന്നേരം വിളക്ക് കൊളുത്തി പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാറുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ശീലമായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് തൈരും എന്തെങ്കിലും ഒരു അച്ചാറോ തോരനോ എന്തെങ്കിലും കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മീനോ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട്, നീ കഴിക്കുന്നില്ലെന്ന്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പം എന്നെ വഴക്ക് പറയാറുണ്ട്, കഴിക്കാതെയും കുടിക്കാതെയും പൂജയൊന്നും ചെയ്യണ്ടെന്നും പറഞ്ഞ്. പക്ഷേ എനിക്കിപ്പോൾ അതങ്ങനെ ഒരു ശീലമായിരിക്കുകയാണ്.
ഇനി പീരീഡ്സ് ഉള്ള സമയങ്ങളിൽ അങ്ങനെ വിളക്ക് കൊളുത്താത്തപ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഒരു ശീലമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം.